AI യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പബ്ലിക്കേഷൻ വേണ്ട നമ്മളത് ഗിറ്റ് ക്ലോൺ ചെയ്യുന്നു. ജസ്റ്റ് കോപ്പി ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് അവിടെ പ്രധാനപ്പെട്ട 2 ഫയലുകളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. hexstrike mcp.py hexstrike server.py ഈ 2 ഫയലുകളാണ് നമുക്ക് ആവശ്യം. ദെൻ requirement.txt ഉണ്ട്. സോ അതും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള ടൂളുകളൊക്കെ നമ്മൾ ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ക്ലയന്റും കൂടി നമുക്ക് റൺ ചെയ്യണം. എന്ത് ചെയ്യുന്നു, ദെൻ നമ്മൾ ക്ലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ ക്ലോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് പോയി ക്ലോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അവർ പ്രത്യേകം പറയുന്നുണ്ടാവും ക്ലോഡ് ഇൻസ്റ്റാൾ ആവില്ല എന്നുള്ളത്. ഡൗൺലോഡ് ഡെസ്ക്ടോപ്പ് എന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരത് പ്രത്യേകം പറയുന്നുണ്ടാകും, നോട്ട് അവൈലബിൾ ഫോർ ലിനക്സ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോഡ് സോ നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ഹബ് വഴി നമ്മൾ അതെന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുകയാണ്. ഫസ്റ്റ് കാണുന്നതിന് അത് ക്ലിക്ക് ചെയ്യാം വെച്ച്. ദെൻ ഇവിടെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ദെൻ ഏറ്റവും താഴത്തെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോയി അസെറ്റ്സ് കാണുന്നുണ്ടാകും. ഇവിടെ ലിനക്സ് AMD 64DB അത് ഡൗൺലോഡ് ചെയ്യാം. ഇതിവിടെ ഡൗൺലോഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. സുഡോ എന്ത് ചെയ്യുന്നു, കോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ദെൻ അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്ലോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലോഡ് കാണാവുന്നതാണ്. ഞാൻ അതിലേക്ക് ലോഗിൻ ചെയ്യുന്നു. അക്സെപ്റ്റ് എന്ന് കൊടുത്തു. ഗെറ്റ് സ്റ്റാർട്ടഡ് ഇമെയിൽ അഡ്രസ് ചോദിച്ചു. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് ഞാൻ ആ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്തു. ഇതിൽ കൊടുക്കുക, OTP നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാക്കും. OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ സെറ്റിംഗ്സിലേക്ക് വരാം. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടാകും, ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് കോൺഫിഗ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാകും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ അത് ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ വരും. നമുക്കിതിൽ ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഭാഗം നമ്മുടെ യൂസർ നെയിം കാണിച്ചു തരുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ സെറ്റിംഗ്സിൽ പോവാം. ദെൻ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണുന്നുണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ എഡിറ്റ് കോൺഫിഗ്. അതിന് മുന്നേ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, നമ്മളിവിടെ നമ്മളുടെ ഹെക്സ്ട്രൈക്ക് AIയിൽ വരിക, ഈ ഗിറ്റ് ഹബ് പേജിൽ. ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ വേണം നമ്മൾ ക്ലോഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അവരിവിടെ പറയുന്നുണ്ട്.
താഴോട്ട് വരിക. യെസ്, ഈ ഒരു സെറ്റിംഗ് കണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പാത്ത് നമ്മൾ എഡിറ്റ് ചെയ്യണം. അതൊന്ന് എഡിറ്റ് ചെയ്യാം. ഇവിടുത്തെ പാത്ത് ടു ഹെക്സ്ട്രൈക്ക് AI എന്ന് പറഞ്ഞ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് സൂക്ഷിച്ചു വെച്ച ഫോൾഡർ ഇല്ലേ, അതിലേക്കുള്ള പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ പാത്ത് കാണുന്നത് എന്താണ്? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ എക്സ്ട്രൈക്ക് AI സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രൈക്ക് വെച്ചത് ഈ ഒരു ലൊക്കേഷനിലാണ്. ഹോം, കാലി, ടൂൾസ്, അതിനകത്താണ് ഞാൻ എന്ത് ചെയ്തത്? എക്സ്ട്രൈക്ക് AI ഗിറ്റ് ക്ലോൺ ചെയ്ത് വെച്ചത്. അതിനകത്തുള്ള എക്സ്ട്രൈക്ക് mcp.py എന്ന് പറയുന്ന ഫയലിലേക്കുള്ള പാത്ത് അവിടെ കൊടുത്താൽ മതി. ബാക്കിയൊന്നും നിങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേ കോഡ് തന്നെ. ഓക്കെ, ഇത് എന്ത് ചെയ്യണം? ഈ ഒരു ലൊക്കേഷനിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സേവ് ചെയ്യണം, ആ ഫയൽ സേവ് ചെയ്യണം. നിങ്ങൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഇവിടെ സർവർ റണ്ണിങ് എന്ന് കാണിക്കും. ഓക്കെ, ഇവിടെ ഡെവലപ്പർ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രൈക്ക് AI സർവർ റണ്ണിങ് എന്ന് കാണിക്കും. ഓക്കെ, ദെൻ ഇത് മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? സർവർ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ബാക്ക്ഗ്രൗണ്ടിൽ സർവർ റൺ ചെയ്യുന്നു. ദെൻ അതിനുശേഷം എക്സ്ട്രൈക്ക് server.py ഇതാണ് നമ്മൾ റൺ ചെയ്യേണ്ട ഫയൽ. റൺ ചെയ്തു. ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിനുശേഷം കോഡ് എടുക്കുക. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കമാൻഡ് കൊടുക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ലാബ് സോൾവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, എക്സ്ട്രൈക്ക് AI is connected or not. അപ്പൊ അവർ തന്നെ പറഞ്ഞുതരും എക്സ്ട്രൈക്ക് AI is connected. ദെൻ കണക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പോർട്ട് സീക്കർ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ലാബ് എടുക്കുക. ദെൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ലാബ് എടുക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഈ ലാബിന്റെ പേരെന്തായിരുന്നു? ബേസിക് SSR of against. ഞാനിവിടെ കൊടുക്കുകയാണ് സോൾവ് ദിസ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. URL കോപ്പി ചെയ്തു, URL equal to എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ URL കൊടുത്തു. ഓക്കെ, ആ വൾണറബിലിറ്റി എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ലാബ് സോൾവ് ആയി. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, AI കംപ്ലീറ്റ് ചെയ്തോളും.